അപ്പോൾ ഈ ഒരു ബിസിനസ്സിലോട്ട് കടന്നു വരാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മുടെ നമ്മുടെ ജീവിത രീതി വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം ജോലി ചെയ്ത് കിട്ടുന്ന തുക കൊണ്ട് ഒരു ദിവസം പോലും കഴിഞ്ഞു പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. കാരണം ചെലവ് കൂടുതലും വരവ് വളരെ കുറവാണ്, അല്ലേ? 2000 രൂപ വരുമാനമുള്ള ആൾക്ക് 3000 രൂപയുടെ ചിലവാണ്. ആ രീതിയിലാണ് നമ്മുടെ ചിലവ് അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനുള്ള വരുമാനം ആർക്കും കിട്ടാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലേ? അപ്പോൾ എക്സ്ട്രാ വരുമാനം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന ജോലിയോടൊപ്പം എന്തെങ്കിലും ഒരു അഡീഷണൽ ഒരു ബിസിനസ് ചെയ്യേണ്ടി വരും. ഒന്നില്ലെങ്കിൽ നമ്മൾ കടകൾ തുടങ്ങാം, അല്ലേ? പലരും കണ്ടിട്ടുണ്ടാവും, പല പല കടകൾ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻകം നമ്മൾക്ക് എക്സ്ട്രാ ഏൺ ചെയ്യാൻ പറ്റിയാൽ നമുക്കത് വലിയൊരു നേട്ടമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ ആ ബിസിനസ്സിലോട്ട് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല നിങ്ങൾക്ക് അതെന്താണ് ബിസിനസ്സിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം, അല്ലെ? നല്ലൊരു അറിവുണ്ടായിരിക്കണം. എന്ത് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബിസിനസ് പരാജയപ്പെടുകയും നമ്മൾ ലക്ഷങ്ങൾ കടക്കാരായി മാറാനും വളരെയേറെ സാധ്യതയുള്ള മേഖലകളാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സെക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്നറിയാം, പല കടകളിലും ഇന്ന് 5-6 മാസം കൊണ്ട് തുടങ്ങിയിട്ട് അടച്ചു പൂട്ടിയ ഒരുപാട് ആളുകളെ നമുക്കറിയാൻ പറ്റും. നിങ്ങളുടെ ഏരിയയിൽ തന്നെ നിങ്ങൾ എടുത്ത് നോക്കൂ, കട തുടങ്ങി പൂട്ടിപ്പോയ എത്രയോ ആളുകളുണ്ട്, അല്ലേ? അപ്പോൾ അവരൊക്കെ ലക്ഷക്കണക്കിനുള്ള കടങ്ങളായി മാറിപ്പോയ ആളുകളാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടി ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മുടക്കേണ്ട തുക എത്രയാണെന്ന് പറഞ്ഞാൽ 750 രൂപ മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലോട്ട് കടന്നു വരാം. അതിന് പറയുന്നത് പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുക്കുക എന്നതാണ്. നൈൽകാർഡിൻ്റെ പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 750 രൂപ മുടക്കി നമ്മൾ നൈൽകാർഡിൻ്റെ ഒരു പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുത്തു വന്നു കഴിഞ്ഞാൽ ഇതൊരു റെഫറൽ സിസ്റ്റമാണ്. നിങ്ങൾ ഒരാൾ റെഫറൽ ചെയ്താൽ മാത്രമാണ് ഈ ബിസിനസ്സിലോട്ട് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റുക. അപ്പോൾ ആക്ടിവേഷനായ ആളുകൾക്ക് മാത്രമേ റെഫറൽ ലിങ്ക് ലഭിക്കുകയുള്ളൂ, അല്ലേ? നമ്മൾ ആ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ആക്ടിവേഷൻ ആകുമ്പോൾ നിങ്ങൾ പ്രൈം ഷോപ്പിംഗ് മെമ്പറായി മാറിക്കഴിഞ്ഞു. ഈ പ്രൈം ഷോപ്പിംഗ് മെമ്പറായി മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, അല്ലേ? നിങ്ങൾക്ക് 750 രൂപയ്ക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾക്കൊരു ഓൺലൈൻ ഷോപ്പിംഗ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു 750 രൂപയ്ക്ക്. അത് തന്നെ വലിയൊരു അവസരം 750 രൂപയ്ക്ക്, അല്ലേ? അത് മാത്രമല്ല, ആ 750 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കമ്പനി പറയുന്നുണ്ട്. നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി പോലെ നിങ്ങൾക്കൊരു 2 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പറയുന്നുണ്ട്. അത് മാത്രമല്ല 750 രൂപയ്ക്ക് റീചാർജ് റെഡീം വാലറ്റിൽ നിങ്ങൾക്ക് 750 പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ 750 രൂപയും നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് റിഡീം ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതെങ്ങനെയാണ് റിഡീം ചെയ്തെടുക്കുക? അപ്പോൾ എല്ലാ മാസവും നമ്മളെല്ലാവരും റീചാർജ് ചെയ്യുന്ന ആളുകളാണ്. 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് 200 ഏതാണോ നിങ്ങൾ റീചാർജ് ചെയ്യുന്നത് അത്ര തുക, അല്ലേ? ഇത് നിങ്ങൾ ഫോൺ പേ വഴി നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ എക്സ്ട്രാ 2 രൂപ സർവീസ് ചാർജ് പിടിക്കുന്നുണ്ടാവും, അല്ലെ? 500 രൂപയാണെങ്കിൽ 502 രൂപ പിടിക്കും. നിങ്ങളെ അക്കൗണ്ടിൽ ക്യാഷും വേണം, അല്ലേ? ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷും വേണം. ഫോൺ പേ വഴി റീചാർജ് ചെയ്യുമ്പോൾ 502 ഉണ്ടെങ്കിലേ 500 റീചാർജ് നടക്കുകയുള്ളൂ. അപ്പോൾ 2 രൂപ എക്സ്ട്രാ കൂടെ വേണം. എന്നാൽ ഞാൻ പറയുന്നു, നമ്മുടെ സൈറ്റിൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഈ അക്കൗണ്ട് ക്യാഷ് ഉണ്ടെങ്കിലേ നമ്മൾ ഫോൺ പേ റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ സൈറ്റിനകത്ത് ഫണ്ട് കയറ്റണം. എങ്ങനെ? ഇതിൽ ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് നമ്മുടെ സൈറ്റിൽ. ആ ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്താൽ QR കോഡ് കിട്ടും. QR കോഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ ഗൂഗിൾ പേയിൽ പോയിട്ട് നിങ്ങൾ ആ പിക്ചറിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് കമ്പനിയിൽ അയച്ചിട്ട് അതിൻ്റെ റെസിപ്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് നിങ്ങൾ ഒരു 2 മിനിറ്റിനകത്ത് ഈ ഫണ്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതാണ്. അല്ല, ഈ ഫണ്ട് നിങ്ങളുടെ ആക്ടിവേഷൻ വാലറ്റിലോട്ട് വരും. നിങ്ങളെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആക്ടിവേഷൻ വാലറ്റിലോട്ട് ഈ 500 രൂപ ആഡാവും. ഈ ആഡായ തുക ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം. എങ്ങനെ റീചാർജ് ചെയ്യാം? നിങ്ങൾ 500 രൂപയ്ക്ക് എക്സാമ്പിൾ നിങ്ങൾ 500 രൂപ റീചാർജ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി നിങ്ങളെ മെനുവിൽ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ ഏതാണ്, VI ആണോ, സിം ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ പാക്കേജ് 500 രൂപയാണ്, 500 രൂപയുടെ പാക്കേജ് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുത്ത് നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ 500 രൂപ റീചാർജ് നടക്കുമ്പോൾ നിങ്ങൾ ആക്ടിവേഷൻ വാലറ്റിൽ വന്നിരിക്കുന്ന തുകയിൽ നിന്ന് 490 രൂപ എടുക്കുകയുള്ളൂ. ബാക്കി 10 രൂപ എവിടെ നിന്ന് എടുക്കുന്നത്? ഈ 750 രൂപയിൽ നിന്നാണ് 10 രൂപ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 10 രൂപ അവിടെ റെഡിയുമായി. അപ്പോൾ 740 രൂപ ബാലൻസ് അവിടെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഫോൺ റീചാർജ് ചെയ്ത് ഒരു വീട്ടിൽ തന്നെ 4, 5, 6 ഫോണുകൾ കാണും, അല്ലേ? എല്ലാ മാസവും റീചാർജ് ചെയ്താണ്. അപ്പോൾ നിങ്ങളുടെ ഫോണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ ഫോണൊക്കെ റീചാർജ് ചെയ്ത് കൊടുക്കാം, അല്ലേ? നിങ്ങൾക്ക് ആരുടെ ഫോണുകളും നിങ്ങളുടെ ഒരു ദിവസം എത്ര റീചാർജ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതിനെല്ലാം നിങ്ങൾ റീചാർജ് ചെയ്യുന്ന തുകയുടെ 2% വെച്ച് നിങ്ങൾക്ക് റെഡീം ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ദിവസം 50 രൂപ 100 രൂപയൊക്കെ നിങ്ങൾക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. എത്ര റീചാർജ് ചെയ്ത് കൊടുക്കുക അത്രത്തോളം റെഡീം ചെയ്ത് നിങ്ങൾ 1000 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കൊടുത്താൽ 20 രൂപ റെഡീമായല്ലേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ തുക നിങ്ങൾക്ക് റെഡീം ചെയ്ത് ഈ 750 രൂപയും നിങ്ങൾക്ക് തിരിച്ചെടുക്കാം അല്ലേ. മുടക്കിയ തുക പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങൾ മുടക്കിയ തുക എത്ര? 750 രൂപ. അത് നിങ്ങൾക്ക് 100% തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെയുണ്ട്. ഇത് കൃത്യമായി എല്ലാവരും ഉപയോഗിക്കുക കേട്ടോ. ഇത് നിങ്ങളുടെ പണം നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അത് എല്ലാവരും ഉപയോഗിക്കുക. എല്ലാം റീചാർജ് ചെയ്യാത്ത ഒരാൾ പോലും ഒരു ഏരിയയിലും ഇല്ല അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കാൻ പറ്റും ചെയ്യും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെഡീം ചെയ്തെടുക്കാനും പറ്റും. അത് മാത്രമല്ല ഈ 750 രൂപ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടെ കമ്പനി തരുന്നുണ്ട്. ഷോപ്പിംഗ് റെഡീം വാലറ്റിൽ ഒരു 750 പോയിന്റ് നിങ്ങൾക്ക് എക്സ്ട്രാ വീണ്ടും ആഡ് ചെയ്ത് തരുന്നുണ്ട്. എന്തിനാണ് ഇത്? എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക? നമ്മുടെ കമ്പനിയിൽ പ്രൊഡക്റ്റുകൾ വരും അല്ലേ. ഇപ്പോൾ ഒരു 1500 പ്രൊഡക്റ്റ് നിങ്ങളുടെ നമ്മുടെ സൈറ്റിലുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1200 പ്രൊഡക്റ്റ്. ഇനി 1500 പ്രൊഡക്റ്റാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? 1500 രൂപ കൊടുത്താലേ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 750 രൂപ ആ പ്രൊഡക്റ്റിൻ്റെ 50% നേരത്തെ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ് വഴി നിങ്ങളുടെ സൈറ്റിൽ ആഡ് ചെയ്തിട്ട് ഈ 750 രൂപ ഷോപ്പിംഗ് റെഡീം വാലറ്റിൽ കിടക്കുന്ന 750 രൂപയും പ്ലസ് നമ്മൾ ആഡ് ചെയ്ത 750 രൂപ ചേർത്ത് ആ 1500 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ 750 രൂപ വീണ്ടും നിങ്ങൾക്ക് എന്തായി? പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലേ? 50-50. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റും വാങ്ങാം, നിങ്ങൾക്ക് റെഡീം ചെയ്യാം. നിങ്ങൾ പണ്ട് എവിടെയും പോയിട്ടില്ല, നിങ്ങൾക്ക് 100% ക്യാഷും തിരിച്ച് കിട്ടി, നിങ്ങൾക്ക് ഷോപ്പിങ്ങിനുള്ള അവസരവും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഈ റെഡീമിൽ കിടക്കുന്ന ഷോപ്പിംഗ് റെഡീം പോയിന്റും 100% നിങ്ങൾക്ക് ഉപയോഗിച്ച് തീർക്കാനും പറ്റും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ ഈ 750 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ് കമ്പനി തരുന്നുണ്ടല്ലേ. ഒരാൾ ഈ ബിസിനസ്സിലോട്ട് കടന്നു വരുമ്പോൾ ഒരാൾക്കും 1 രൂപയുടെ നഷ്ടമില്ല അല്ലേ. നിങ്ങൾ ഒരു ബിസിനസ്സിലിട്ട് ഒരാളെ 750 രൂപ മുടക്കി കടന്നു വന്നു, നിങ്ങൾ പറഞ്ഞു ഒരാൾ വന്നു, ഓക്കെ. ആളിനി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ആളിന് എന്ത് ചെയ്യാം? ആ റെഡീം ചെയ്തിട്ട് റീചാർജ് ചെയ്യാത്ത ആരുമില്ല. നമ്മൾ റീചാർജ് ചെയ്ത് തന്നെ ആ ക്യാഷ് മൊത്തം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. 750 രൂപയും വേറെ ഏതെങ്കിലും ബിസിനസ് നിങ്ങനെ പറ്റും. നിങ്ങൾക്ക് 100% ഫണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാനും പറ്റും. അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റ് വല്ലതും വേണമെങ്കിൽ ബാലൻസ് ഫണ്ട് കൊടുത്ത് നിങ്ങൾക്ക് ആ ഫണ്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും പറ്റും, വാങ്ങാനും പറ്റും. അപ്പോൾ 1 രൂപ നമുക്ക് ഈ ബിസിനസ്സിൽ കൂടി നഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ആക്ടിവേഷനായ സൈറ്റിലെ റഫർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ കൂടി ലഭിക്കുന്ന ആദ്യത്തെ വരുമാനമാണ് ലൈവ് ടീം ബോണസ്. ഇതൊരു അമേരിക്കൻ ബൈനറി സ്ട്രക്ചറിൽ കൂടിയാണ് ഈ ബിസിനസ് നടക്കുന്നത്. നിങ്ങളുടെ ലെഫ്റ്റ് ലിങ്ക് റൈറ്റ് ലിങ്ക് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ലിങ്ക് എടുത്ത് നിങ്ങളുടെ ടീമിൽ 2 പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് 400 PV അല്ലേ. ഒരു ബിസിനസ് 200 PV ആയിട്ടാണ് കണക്കാക്കുന്നത് 750-ന്റെ. ആ റൈറ്റ് ടീമിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എത്രയായി? 200 PV. അപ്പോൾ കമ്പനിയിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് 2 പേരെ ലെഫ്റ്റും റൈറ്റും സ്പോൺസർ ചെയ്യണം അല്ലേ. നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ വന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യണമെങ്കിൽ അല്ലെ, നമ്മളൊരു സംരംഭം ആരംഭിച്ചു, അവിടെ എന്ത് നടക്കണം? ഒരു കട തുടങ്ങിയാൽ എന്ത് നടക്കണം? അവിടെ കച്ചവടം നടക്കണം അല്ലേ. കച്ചവടം നടക്കാതെ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? വരുമാനം ലഭിക്കില്ല. ഇത് തന്നെയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ഓൺലൈൻ ഷോപ്പിൽ കച്ചവടം നടക്കണം എന്ത് വേണം? അവിടെ ആളുകൾ വേണം, കസ്റ്റമർ വരണം അല്ലേ. നിങ്ങളുടെ കസ്റ്റമർ ക്രിയേഷൻ നടത്തിയാൽ നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിൽ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാം? പുതിയ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഒരു കസ്റ്റമർ വിങ്ങാണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ കൂടി നിങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കസ്റ്റമർ ക്രിയേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനമാണ് ലൈവ് ടീം ബോണസ് അല്ലേ. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് 2 പേര് റൈറ്റ് ഒരാൾ വന്നു. ആദ്യത്തെ ക്രൈറ്റീരിയ ലെഫ്റ്റ് റൈറ്റ് ഓരോ ആളുകളെയും നിങ്ങൾ റെഫർ ചെയ്തിരിക്കണം. 2:1 ഏതെങ്കിലും ഒരു സൈഡിൽ 2 ബിസിനസ്സും ഒരു സൈഡിൽ ഒരു ബിസിനസ്സും വരുമ്പോഴാണ് നിങ്ങളുടെ ആദ്യത്തെ വരുമാനം നിങ്ങൾക്ക് സ്റ്റാർട്ടാണത് 200 രൂപ 2:1 ആകുമ്പോൾ. പിന്നെ നെക്സ്റ്റ് വരുന്ന ഓരോ പെയർ മാച്ചിനും നിങ്ങൾക്ക് 200 രൂപ ഉണ്ടാവും. ലെഫ്റ്റ് ഒരു ബിസിനസ് റൈറ്റ് ഒരു ബിസിനസ് വരുമ്പോൾ 1:1 എന്ന രീതിയിൽ നിങ്ങൾക്ക് 200 രൂപ ലഭിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് നിങ്ങളുടെ ടീമിൽ ആളുകൾ കൂടി വരികയാണ്. ലെഫ്റ്റ് ഒരു 3 പേര് റൈറ്റ് ഒരു 3 പേര് വരുമ്പോൾ 3:3 എന്ന രീതിയിൽ നിങ്ങൾക്ക് 600 രൂപ ലഭിക്കുന്നുണ്ടാവും. ഇനി ലെഫ്റ്റ് ഒരു 10 പേര് വന്നിട്ടുണ്ട്, റൈറ്റ് ഒരു 5 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ 5:5 എവിടെയാണോ കുറവുള്ളത് അതാണ് എടുക്കുക. അപ്പോൾ 5:5 എന്ന രീതിയിൽ നിങ്ങൾക്ക് 1000 രൂപ ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 1 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് എത്ര ജോഡിയാണോ മാച്ച് ചെയ്യണത്? ഇനി 1 ജോഡിയോ മാച്ച് എത്ര കിട്ടും? 200 രൂപ. ഇനി 3 ജോഡി മാച്ച് ചെയ്ത് എത്ര കിട്ടും? 600 രൂപ. ഇനി 4 ജോഡിയാണെങ്കിലോ 800 രൂപ. ഇവിടെ 5:5 ആണെങ്കിലോ 1000 രൂപ. അപ്പോൾ ആ 1 മണിക്കൂറിൽ കമ്പനി നിങ്ങൾക്ക് തരുന്ന മാക്സിമം സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഇന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ
നമ്മൾ ജോലി ചെയ്താൽ കിട്ടുന്ന 1000 രൂപ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് തരാമെന്ന് കമ്പനി പറയുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ കമ്പനി കൃത്യമായിട്ട് ആ വരുമാനം തരുന്നുണ്ടാവും. ഒരു അവറിൽ നിങ്ങൾക്ക് 1000 വെച്ചാണെങ്കിൽ 24 അവറിൽ പറയുന്നു 24,000 രൂപ നിങ്ങൾക്ക് തരാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം 24,000 രൂപ. നമ്മളൊരു മാസം 12,000 രൂപ 13,000 രൂപ 14,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ദിവസം 24,000 രൂപ തരാമെന്ന് കമ്പനി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 7,20,000 രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു ഐഡിയയിൽ കൂടി നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ഇൻകം 7,20,000 രൂപ തരാമെന്ന് കമ്പനി പറയുന്നു. അല്ലേ? ഇവിടെ വൺ സൈഡ് എപ്പോഴും ക്യാരി ഫോർവേഡ് ആയിരിക്കും, മറു സൈഡിൽ ബിസിനസ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലും നിങ്ങളുടെ ഇൻകം നിങ്ങളെ വാലറ്റിലോട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഐഡിയയിൽ കൂടി 1000 രൂപ. അപ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും എന്ത് ലഭിക്കുന്നുണ്ട്? 3 ഐഡി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഐഡിയും കൂടെ ആക്ടിവേഷൻ ചെയ്തു പോയാൽ എങ്ങനെയാണ് വരുമാനം ലഭിക്കുക? ആദ്യം നമുക്ക് ഒരു ഐഡിയിൽ കൂടി നടക്കുന്ന ആ വരുമാനം എങ്ങനെയാണ് ലഭിക്കുന്നത്? അല്ലേ, 5:5 എന്ന രീതിയിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് 1000 രൂപ ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ 3 ഐഡിയിൽ കൂടി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ B2 B3 നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ B2 B3ക്ക് 1000 രൂപ ലഭിക്കാനുള്ള പണി ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 1000 കൂടെ ലഭിക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് 3000 അല്ലേ, മുകളിലത്തെ B1 എന്ന ഐഡിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാച്ചിങ് ആയതുകൊണ്ട് തന്നെ 1000 രൂപ ലഭിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു മണിക്കൂറിൽ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 3000 രൂപ സമ്പാദിക്കാം. ഒരു ഐഡിയിൽ കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് 1000 × 24 24,000 രൂപ. ഇനി 3 ഐഡിയിൽ കൂടിയാണ് 3000 × 24 72,000 രൂപ. 72,000 × 30 എന്ന് പറയുമ്പോൾ 21,60,000 3 ഐഡിയിൽ കൂടിയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഐഡി യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്കത് ആക്ടിവേഷൻ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ സമയം മുതൽ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. നിങ്ങളുടെ ചോയ്സാണ്. ഇവിടെ ഒരു ഐഡിയിൽ കൂടി നിങ്ങൾക്ക് 1000 രൂപ ഒരു അവറിൽ നിങ്ങൾക്ക് സമ്പാദിക്കാം. ഇനി 3 ഐഡിയിൽ കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അവറിൽ 3000 രൂപ വെച്ച് നിങ്ങൾക്ക് സമ്പാദിക്കാം. 3 ഐഡി ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി എത്ര തുകയാണ്? 2,250 രൂപ മുടക്കുക. ഇതിനെല്ലാം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? റീചാർജ് യൂട്ടിലിറ്റി, നിങ്ങൾക്ക് പർച്ചേസിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ ഇൻകം. ഓക്കെ, ഇത് രണ്ടാമത്തെ ഒരു ഇൻകം എന്ന് പറയുന്നത് ലെവൽ അപ്ഗ്രേഡ് ബോണസ്. ഇത് 1 സ്റ്റാർ മുതൽ 10 സ്റ്റാർ വരെയുള്ള ഒരു അപ്ഗ്രേഡാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് 1 സ്റ്റാർ, എന്താണ് 10 സ്റ്റാർ അല്ലേ? ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനമൊക്കെ വരുമ്പോൾ നിങ്ങളൊരു 500 രൂപ കൊടുത്ത് നിങ്ങളുടെ റാങ്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. 1 സ്റ്റാർ എന്ന റാങ്കിലോട്ട് അപ്ഗ്രേഡ് ആക്കുക. അങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്? നേരത്തെ പറഞ്ഞ റീചാർജ് റെഡീം പോയിന്റും പർച്ചേസ് റെഡീം പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും കിട്ടി, റീചാർജ് ചെയ്യാനും കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത ആളുകൾ ബൈനറിയിൽ ഉണ്ടാവും അല്ലേ? ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ ലിങ്ക് കൊടുത്ത് നമ്മൾ ഒരുപാട് ആളുകളെ നമ്മൾ ഈ ബിസിനസ്സിലോട്ട് എന്തെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും നിൽക്കുന്ന ഒരുപാട് ആളുകൾ കാണും. എക്സാമ്പിൾ ലെഫ്റ്റ് ഒരു 5 പേര്, റൈറ്റ് ഒരു 5 പേരുണ്ടെങ്കിൽ 10 പേര് നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ആണല്ലേ. അവർ ബൈനറിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഈ ലെവൽ പ്ലാനിലോട്ട് വരുമ്പോൾ നിങ്ങൾ സ്പോൺസർ ചെയ്ത ആളുകൾ മൊത്തം നിങ്ങളുടെ ഫസ്റ്റ് ലെവലിലായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 പേര് ഇവിടെ ഫസ്റ്റ് ലെവലിൽ വരും അല്ലേ. അപ്പോൾ നിങ്ങൾ 500 രൂപ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്തതുപോലെ തന്നെ ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ച് അവരും എന്ത് ചെയ്യും? 500 രൂപ അപ്ഗ്രേഡിലോട്ട് മാറും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്പോൺസർ ചെയ്ത ആളുകൾ 500 രൂപ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻകം ലഭിക്കുക നിങ്ങൾക്കാണ്. അപ്പോൾ 10 പേര് 500 രൂപ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് 10 × 500 5,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇവർക്കെല്ലാം റെഡീം പോയിന്റും പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻ അവിടെ കമ്പനി വെച്ചിട്ടുണ്ട്. ഇത് ഒരു പർച്ചേസ് നടക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഒരു സിസ്റ്റം ആഡ് ചെയ്തിരിക്കുന്നത് തന്നെ. ഒരുപാട് ലക്ഷക്കണക്കിന് ഇവിടെ എന്ത് ചെയ്യും? കോടിക്കണക്കിന് ഇവിടെ ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ടാവും, സെയിൽസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ 10 പേരെ കൊണ്ടുവന്നു അല്ലേ? നിങ്ങൾ സ്പോൺസർ ചെയ്ത ആളുകൾ 10 പേരുണ്ട്. 10 പേര് 500 രൂപ മുടക്കിയപ്പോൾ 500 രൂപ നിങ്ങൾക്ക് ലഭിച്ചു. ഇനി 10 പേര് എന്ത് ചെയ്യും? ഇതേപോലെ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ബൈനറിൽ അല്ലേ. അത് 10 പേരും 10 പേരെ വീതം കൊണ്ടുവന്നിട്ടുണ്ട്. എക്സാമ്പിളാണ്, ഒരു 100 പേര് വരില്ലേ സെക്കൻഡ് ലെവലിൽ. അപ്പോൾ 100 പേരുടെ 500 ആർക്ക് കിട്ടും? ഈ 10 പേർക്ക് കിട്ടും. 10 പേരല്ലേ ആ 100 പേരെ കൊണ്ടുവന്നത്. ഇനി ഈ 100 പേരുടെ സെക്കൻഡ് അപ്ഗ്രേഡ് എന്താ? 2 സ്റ്റാർ അപ്ഗ്രേഡ് 1000 ആണല്ലേ. നിങ്ങൾ അതിന് മുന്നേ നിങ്ങൾ 1000 അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ സെക്കൻഡ് സ്റ്റാർ 1 സ്റ്റാർ അടിച്ചപ്പോൾ അവരെ റെഫർ ചെയ്ത ആളിന് കിട്ടി. സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കാണ് ലഭിക്കുക. അതായത് നിങ്ങളെ സെക്കൻഡ് ലെവലിൽ നിൽക്കുന്ന ആളുകൾ സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ 100% വരുമാനം ലഭിക്കുന്നത് നിങ്ങൾക്കാണ്. അപ്പോൾ 100 പേരുടെ 1,00,000 രൂപ കിട്ടുമല്ലേ? 100 പേരിന് 1000 രൂപ വെച്ചാണെങ്കിൽ. ഇനി ഈ 100 പേര് കൊണ്ടുവരുന്ന ആളുകളുണ്ടാവും. 100 × 10 എത്ര വരും? 1000 പേര് വരികയാണെങ്കിൽ തേർഡ് ലെവലാണല്ലേ 1000. നേരത്തെ പറഞ്ഞതനുസരിച്ച് തേർഡ് ലെവലിൽ നിൽക്കുന്ന ആളുകൾ 3ാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ 1,500 രൂപയും ലഭിക്കുന്നത് നിങ്ങൾക്കാണ്. അപ്പോൾ എത്രയായി? 15 ലക്ഷം രൂപയായി. അപ്പോൾ താഴോട്ട് ഇങ്ങനെ 10 ലെവലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കൂ, ഇത് എത്ര രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം ആളുകളെ സ്പോൺസർ ചെയ്യുന്നുണ്ടോ അതിൻ്റെ 10 ലെവലാണ്.
നിങ്ങൾ ആകെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് 10 ലെവലാണ്. ഓരോ സ്റ്റെപ്പിനനുസരിച്ച് നിങ്ങൾ 10 പ്രാവശ്യം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടീമിൽ എത്രത്തോളം ആളുകളുണ്ടാവും, ആയിരങ്ങളാവാം, 10,000-ങ്ങളാവാം, ആ ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തുണ്ട്, വരുമാനമുണ്ട്. വണ്ടർഫുൾ ഒരു സിസ്റ്റമാണ്. ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇതാണ് ലെവൽ അപ്ഗ്രേഡ്. ഈ 10ാമത്തെ ലെവലിലൊക്കെ ഒരു 10,000 പേരുണ്ടെങ്കിൽ 10,000 × 5,000 കണക്കൂട്ടി നോക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വരുമാനം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇൻകം എന്ന് പറയുന്നത് റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ് ആണ്. ഇത് നിങ്ങൾ പർച്ചേസ് റീപർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഇൻകമാണ്. എങ്ങനെയാണ് റീപർച്ചേസ് നടക്കുക? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയിൽ കൂടി 1000 രൂപ ലഭിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ 2 ഐഡിയിൽ കൂടി 3000 രൂപ ലഭിക്കുന്നുണ്ട്, അതിനിടയിൽ കൂടി അപ്ഗ്രേഡ് ഇൻകം ലഭിക്കുന്നുണ്ട്. ഈ ഇൻകങ്ങളെല്ലാം നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്? നമ്മൾ ബാങ്കിലോട്ട് വിത്ഡ്രോ ചെയ്യും അല്ലേ? സർവീസ് ചാർജ്, നമ്മളെ ഇൻകം ടാക്സ് നമ്മുടെ സൈറ്റിനകത്ത് തന്നെ എല്ലാവരും ഇൻകം ടാക്സ് പിടിക്കുന്ന അവിടെ കാണിച്ചിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ വിത്ഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 10% റീപർച്ചേസ് വാലറ്റ് എന്ന വാലറ്റിലോട്ട് ആഡ് ആവുന്നുണ്ടാവും. 1000 രൂപ വിത്ഡ്രോ ചെയ്താൽ 100 രൂപ റീപർച്ചേസ് വാലറ്റിലോട്ട് ആഡ് ആവുന്നുണ്ടാവും. ഇനി 10,000 രൂപയാണെങ്കിലോ 1000 രൂപ റീപർച്ചേസ് വാലറ്റിലുണ്ടാവും. എന്തു ചെയ്യും? നമ്മൾ ഈ റീപർച്ചേസ് വാലറ്റിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും അല്ലേ? എല്ലാവരും പർച്ചേസ് ചെയ്യും. കാര്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവരുടെ വാലറ്റിലും റീപർച്ചേസ് വാലറ്റിൽ ഫണ്ട് കാണും അല്ലേ? ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആളുകളുടെ വാലറ്റിലൊന്നും ഫണ്ട് കാണത്തില്ല. ആരാണോ ഇത് ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്യുന്നത് അവർക്കൊക്കെ അവരുടെ വാലറ്റിലൊക്കെ റീപർച്ചേസ് വാലറ്റിൽ ഫണ്ട് ഉണ്ടാകും. ആ വാലറ്റിൽ ഉപയോഗിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ കമ്പനിയിൽ നിന്നും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ, നേരത്തെ ഞാൻ PV കാണിച്ചില്ലേ സ്റ്റാർട്ടിങ്ങിൽ, 25 PV, 100 PV, 50 PV എന്നൊക്കെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിന് പല ടൈപ്പ് ഓഫ് PV ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ സ്റ്റെം സെൽസിന് 1200 രൂപ സ്റ്റെം സെൽസിന് കൊടുത്തിരിക്കുന്ന PV 100 PV ആണ്, 200 ഗ്രാമിൻ്റെയാണ്. ഈ 100 PV എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒരു PV, അതായത് ഒരു PV എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. അപ്പോൾ 100 PV എന്ന് പറഞ്ഞാൽ 100 രൂപ അല്ലേ? അപ്പോൾ നിങ്ങൾ റീപർച്ചേസ് വാലറ്റിൽ ഒരു 1200 രൂപ മുടക്കി നിങ്ങളൊരു സ്റ്റെം സെൽസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് പർച്ചേസ് ഇൻകമായിട്ട് 100 രൂപ ലഭിക്കുന്നുണ്ടാകും. അതായത് നിങ്ങളെ പേഴ്സണൽ പർച്ചേസിന് നിങ്ങൾക്കൊരു ഇൻകം ലഭിക്കുന്നുണ്ടാകും. ഇനി നിങ്ങളൊരു 5000 രൂപ പ്രൊഡക്റ്റ്, നിങ്ങൾ പല പ്രൊഡക്റ്റുകളാണ് വാങ്ങുന്നതെങ്കിലോ, അപ്പോൾ ഒരു 5000 രൂപ പ്രൊഡക്റ്റ് വാങ്ങിയ ഒരു 600 PV ഉണ്ടെങ്കിൽ 600 രൂപ ലഭിക്കുമല്ലേ? ഇനി 300 PV ആണെങ്കിൽ 300 രൂപ ലഭിക്കും. ഇതാണ് റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ് എന്ന് പറയുന്നത്. ഈ റീപർച്ചേസ് നടക്കുമ്പം തന്നെ നമുക്ക് അടുത്തൊരു ഇൻകം ലഭിക്കുന്നുണ്ട്. അതാണ് റീപർച്ചേസ് ബൈനറി ടീം ബോണസ്. ഇതെങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മൾ സ്റ്റെം സെൽസ് എടുത്തപ്പോൾ ഒരു 100 രൂപ, നിങ്ങൾക്ക് 100 PV അല്ലേ? ആ 100 PV എവിടെ പോയി? നിങ്ങൾ സെൽഫ് പർച്ചേസ് ഇൻകമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു. അതേപോലെ തന്നെ ഒരു 100 രൂപ എവിടെ വരുന്നുണ്ട്? 100 PV നിങ്ങളെ റീപർച്ചേസിൽ ബൈനറിയിലോട്ടും കണക്ട് ആവുകയാണ്. 100 രൂപ അവിടെയും പോയി, 100 രൂപ ഇവിടെയും വരും. അങ്ങനെ നിങ്ങളുടെ ലെഫ്റ്റിലുള്ള ഒരാൾ ഒരു സ്റ്റെം സെൽസ്, റൈറ്റിലുള്ള ഒരാൾ ഒരു സ്റ്റെം സെൽസ് റീപർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് എത്രയായി? 100 രൂപ കിട്ടും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ടീമിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴോ ഒരു 30 പേര് പർച്ചേസ് ചെയ്താൽ അല്ലേ 3000 PV എത്രയായി? 3000 രൂപ ലഭിക്കും. 5000 PV 5000, ഒരു 50 പേരെടുത്താലോ 5000 PV നിങ്ങൾക്ക് 5000 രൂപ ലഭിക്കുന്നുണ്ടാവും. ഒരു ദിവസം മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുന്നത് 5000 രൂപയാണ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടീമിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അല്ലേ, പലരും പല ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 5000 രൂപ ലഭിക്കാൻ വലിയ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അല്ലേ? വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 5000 രൂപ ലഭിക്കാൻ സാധ്യതയുള്ള സിസ്റ്റമാണ് റീപർച്ചേസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു സൈറ്റിൽ കൂടിയാണ് 5000 രൂപ ലഭിക്കുന്നത്. നിങ്ങൾക്ക് 3 സൈറ്റ് ഉണ്ടെങ്കിൽ 3 സൈറ്റിൽ കൂടി 15000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ടോട്ടൽ നിങ്ങൾക്ക് 15000 × 30 എന്ന് പറയുമ്പോൾ 4.5 ലക്ഷം രൂപ ഈ ഒരു റീപർച്ചേസ് ടീം ബോണസിൽ കൂടി തന്നെ നിങ്ങൾക്ക് ലഭിക്കാം അല്ലേ? ഒരു ID മാത്രമാണെങ്കിൽ 1.5 ലക്ഷം രൂപ ലഭിക്കും അല്ലേ? നമ്മൾ 5000 രൂപ വെച്ച് മാത്രം സീലിംഗ് അടിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് 3 ID ഉണ്ടെങ്കിൽ 4 ലക്ഷം രൂപ. ഓക്കെ, ഇത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പേഴ്സണൽ പർച്ചേസ് 250 PV നിങ്ങൾ ഒരു ലൈഫിൽ വൺ ടൈം, ഒരു വർഷത്തിൽ ഒരു 250 PV പ്രൊഡക്റ്റ് നിങ്ങൾ പേഴ്സണലായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കാണ് എന്തുള്ളത്? 5000 രൂപ സീലിംഗ് ഉള്ളത് അല്ലേ? അപ്പോൾ 5000 രൂപ സീലിംഗ് ലഭിച്ചാൽ നോക്കണം, നമ്മൾ റീപർച്ചേസ് വാലറ്റിലെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് നടക്കുമ്പോൾ നടക്കുന്ന ബെനിഫിറ്റുകളാണ് ഈ പറഞ്ഞു വരുന്നത്. ഒന്ന്, നിങ്ങൾക്ക് പേഴ്സണൽ പർച്ചേസിന് അത് ഇൻകം കിട്ടി, അതോടൊപ്പം തന്നെ ആ പർച്ചേസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? റീപർച്ചേസ് ടീം ബൈനറി അതും കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, ഇനി അടുത്തത് അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് അടുത്തും വരുന്നത് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ്. ഇതെങ്ങനെയാണ് ലഭിക്കുക? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, റീപർച്ചേസ് നടക്കും, റീപർച്ചേസ് കൂടി നമ്മുടെ ടീമിൽ കൂടി നടക്കുന്ന ബൈനറി കൂടി നിങ്ങൾക്ക് 5000 രൂപ ഡെയിലി മാക്സിമം സീലിംഗ് ലഭിക്കാനുള്ള സാധ്യത നമ്മളെ മുന്നിൽ ഉണ്ട്. അപ്പോൾ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്
ഇത് 100% ലെവലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾ സ്പോൺസർ ചെയ്ത ആളുകൾ മൊത്തം നിങ്ങളെ ഫസ്റ്റ് ലെവൽ വരും. ഞാൻ നേരത്തെ ലെവൽ അപ്ഗ്രേഡിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു 10 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 പേരും നിങ്ങളുടെ ഫസ്റ്റ് ലെവലായിട്ട് കണക്കാക്കപ്പെടും. ഈ 10 പേരും വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവരുടെയൊക്കെ വാലറ്റിൽ എന്തായാലും നല്ല ഫണ്ട് വരും. അവരെല്ലാം റീപർച്ചേസ് ചെയ്യും. റീപർച്ചേസ് ബൈനറി ലഭിക്കും അവർക്ക് അവരുടെ ടീമിൽ കൂടി. അപ്പോൾ ഇവരെല്ലാം ഒരു 5000 രൂപ വെച്ച് റീപർച്ചേസ് ബൈനറി സീലിംഗ് എത്ര 5000 രൂപ. അപ്പോൾ എല്ലാവരും 5000 വെച്ച് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ സ്പോൺസർ ചെയ്ത ആളുകൾ വാങ്ങുന്ന വരുമാനത്തിൻ്റെ 50% കമ്പനി എന്തുണ്ട് നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ 5000 വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടി? 2500 രൂപ ലഭിക്കുമല്ലേ? അപ്പോൾ 10 പേര് 5000 വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 25000 രൂപ. ഇതിനകത്തുള്ള ഏറ്റവും ഹ്യൂജ് ഇൻകം ലഭിക്കാൻ പോകുന്ന ഒരു പ്ലാനാണ് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ്. മാക്സിമം സ്പോൺസർ ചെയ്യുക. അപ്പോൾ 10 പേര് 5000 വെച്ച് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 25000 രൂപ ഉണ്ടാവും അന്നത്തെ ഇൻകം. ഇനി 10 പേരും 10 പേരെ വീതം കൊണ്ടാൽ 100 പേരായി സെക്കൻഡ് ലെവലിൽ. ഈ 100 പേരും വാങ്ങുന്ന വരുമാനത്തിൻ്റെ 20%. 100 പേര് 5000 രൂപ വെച്ച് വാങ്ങിച്ച് എത്രയായി? അതിൻ്റെ 20% ആണ്. ഞാൻ പറഞ്ഞൂടെ 1000 രൂപ വെച്ച് കണക്കാക്കൂ. 100 പേര് 1000 രൂപ വെച്ച് വാങ്ങിച്ചുള്ളൂ. ഒരു 5000 രൂപ മാക്സിമം 5000 രൂപ തരാമെന്ന് പറഞ്ഞു. ഒരു 1000 രൂപ വെച്ചാണെങ്കിൽ 1000 × 100 1 ലക്ഷം രൂപയായി. 1 ലക്ഷം രൂപയുടെ 20% എന്ന് പറഞ്ഞാൽ 20000 രൂപ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പം ഇനി തേർഡ് ലെവലിൽ 10%. ഇനി 100 പേരും 10 പേരെ വീതം കൊണ്ടുവന്ന 1000 പേരായില്ലേ തേർഡ് ലെവലിൽ. 1000 പേര് വാങ്ങുന്ന വരുമാനത്തിൻ്റെ 10%. 1000 പേര് 1000 രൂപ വെച്ച് വാങ്ങിച്ചാൽ 10 ലക്ഷം രൂപയായി. അതിന് 10% 1 ലക്ഷം രൂപ. 10%. ഇനി ടോട്ടൽ നിങ്ങളുടെ ടീമിൽ ഈ 5 ലെവലിലും കൂടി ഒരു 2000 പേരെ ഉള്ളൂ. ഈ 2000 പേരും മന്ത്ലി ഒരു പ്രാവശ്യം 1000 രൂപ വെച്ച് വാങ്ങിച്ചാൽ അതിൻ്റെ 10% നിങ്ങൾ 2000 × 1000 എത്രയായി? 20 ലാഖായി. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും മന്ത്ലി ഒരു പ്രാവശ്യം പോലും പർച്ചേസ് ചെയ്താൽ. അപ്പോൾ ഡെയിലി പർച്ചേസിങ് നടന്നാലോ ഹ്യൂജ് വരുമാനമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കൂ, നമ്മൾ ഇത്രയും ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആക്ടിവേഷൻ വാലറ്റിൽ നമ്മുടെ വാലറ്റിലോട്ട് ഫണ്ട് അല്ലേ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഫണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അല്ലേ? അത് 1000-ങ്ങളാവാം, 10,000-ങ്ങളാവാം, 20,000 ആവാം. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ വീണ്ടും റീപർച്ചേസ് വാലറ്റിൽ ഫണ്ട് കയറും. റീപർച്ചേസ് വാലറ്റിൽ വരുന്ന ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുമ്പോൾ റീപർച്ചേസ് ബൈനറി അടക്കുന്നു. ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് വീണ്ടും ലഭിക്കുന്നു. ഇതൊരു സർക്കുലറാണ്. ഇതിൽ കൂടി അനിയന്ത്രിതമായ ഓൺലൈൻ ബിസിനസ് വ്യാപാരം കമ്പനിക്ക് നടക്കും. മസ്റ്റായിട്ട് നടക്കും. കമ്പനിക്ക് എനി പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. എല്ലാ പ്രോഡക്റ്റും PV വെച്ച് കമ്പനിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ദിവസം 5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നൈൽകാർഡിൻ്റെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. വൺ സൈഡ് പോയാൽ പോലും നിങ്ങൾക്ക് ഒരു ടീമിനെ കൊണ്ടുവന്ന് ഒരു ടീം മാത്രം ഡെവലപ്പ് ചെയ്ത് പോയാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ഇൻകം നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഇൻകം ലഭിക്കാനുള്ള ഒരു വളരെ മനോഹരമായ ഒരു ബിസിനസ് ആശയമാണ് നൈൽകാർഡ് നമ്മളെ മുന്നിലോട്ട് തന്നിട്ടുള്ളത് അല്ലേ? നമ്മൾ മുടക്കിയ തുക എത്ര? 750 രൂപ അല്ലെങ്കിൽ 2250 രൂപ. നമുക്ക് ഡയറക്റ്റ് പ്രോഡക്റ്റ് എടുത്തും നമുക്ക് ഈ ബിസിനസ്സിലോട്ട് കടന്നു വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്രയും ഇൻകം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ഇൻകം ലഭിക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തൊരു റാങ്ക് ആൻഡ് റിവാർഡ്, 6ാമത്തെ ഒരു ഓപ്ഷൻ. നിങ്ങൾക്ക് റാങ്ക് ആൻഡ് റിവാർഡ് അല്ലേ? നമുക്ക് നല്ല വരുമാനം ലഭിച്ചു കഴിഞ്ഞു. ആളുകൾക്ക് ഡെയിലി 20,000 30,000 50,000 ഒക്കെ വെച്ച് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എന്താണ് നമ്മൾ പിന്നീട് ആഗ്രഹിക്കുന്നത്? റാങ്ക് ആൻഡ് റിവാർഡാണ് അല്ലേ? അപ്പോൾ അതിന് കമ്പനി 6 റാങ്ക് വെച്ചിട്ടുണ്ട്. ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, ക്രൗൺ. ഇതെല്ലാം നോക്കിക്കോ, നിങ്ങളുടെ റീപർച്ചേസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ റാങ്കുകളൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ നടക്കുന്നത് കച്ചവടമാണ്, സെയിൽസാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഓപ്പൺ ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അനിയന്ത്രിതമായ ബിസിനസ് നടക്കും. കാരണം എല്ലാവരും റീപർച്ചേസ് ചെയ്യും. അതിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞ ഈ വരുമാനങ്ങളെല്ലാം ലഭിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ ഒരു ദിവസം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ബിസിനസ് ആശയമാണ് കമ്പനി നമ്മുടെ മുന്നിലോട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ MD എന്ന് പറയുന്ന ഒരുപാട് വർഷത്തെ നെറ്റ്വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. വളരെ എല്ലാവർക്കും സാധാരണപ്പെട്ട ഒരാൾ വന്നാൽ പോലും അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ആശയമാണ് നമ്മുടെ കമ്പനി ഇതിനകത്തോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരാൾ വന്ന് ഒരു ബിസിനസ്സും ചെയ്തില്ലെങ്കിൽ പോലും ആളുടെ ഫണ്ട് റീചാർജ് ചെയ്ത് റെഡീം ചെയ്തുകൊണ്ട് അവരുടെ ആ ഫണ്ട് തിരിച്ചെടുക്കാനുള്ള ഒരു വലിയൊരു അവസരം കൂടെ കമ്പനിയോട് ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? റീചാർജ് എല്ലാവരും ചെയ്യും. അത് ചെയ്ത് നിങ്ങൾക്ക് ആ ഫണ്ട് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ബിസിനസ് പ്ലാൻ നമുക്ക് മുന്നിലോട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. നൈൽകാർഡിൻ്റെ ഗ്രാൻഡ് ലോഞ്ചിങ് പ്രോഗ്രാം വരാൻ പോകുന്നതേ ഉള്ളൂ. എയർകാർഡ് വെച്ചാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഡേറ്റും തീയതികളൊക്കെ കാര്യങ്ങളൊക്കെ കമ്പനി നമുക്ക് പിന്നീട് അറിയിക്കുന്നതാണ്. നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം കൂടിയാണ്. ഇതിനൊരു
ഒരുപാട് പേര് അച്ചീവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അത് ഉടനെ തന്നെ കമ്പനി അനൗൺസ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും നൈൽകാർഡിന്റെ ബിസിനസ് നിങ്ങൾ ഇന്നിപ്പോൾ ഒരു ബന്ധുവിൻ്റെ സുഹൃത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് പുതിയ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ നല്ലൊരു പ്ലാറ്റ്ഫോമിലിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ 750 രൂപ എന്ന് പറയുന്നത് നമ്മൾ എത്രയോ ആഘോഷങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി നമ്മൾ എത്രയോ രൂപ മുടക്കുന്നുണ്ട് അല്ലേ? ആ 700 ഒന്ന് ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ തന്നെ നല്ലൊരു മൂവി കണ്ട് ഒരു നല്ലൊരു ഫുഡും കഴിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള തുകയേ ഉള്ളൂ ഇന്നത്തെ ഈ 750 രൂപ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഈ 750 രൂപ മുടക്കിയിട്ട് നിങ്ങൾ വെറുതെ ഇരുന്ന 1 രൂപ കിട്ടുമോ? ഒന്നും കിട്ടില്ല. പക്ഷേ വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് ആ ക്യാഷ് റീഫണ്ട് ചെയ്യാൻ വേണ്ടി റെഡിയും വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു ബിസിനസ് 750 രൂപ മുടക്കി ഈ വന്ന ബിസിനസ്സിൽ കൂടി ഈ കഴിഞ്ഞ 3.5 മാസം കൊണ്ട് ഇവിടെ 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷമൊക്കെ ആളുകൾ സമ്പാദിച്ചു കഴിഞ്ഞു. വീട്ടമ്മമാർ പോലും 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ഒന്നും അറിയാത്ത ആളുകൾ പോലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള വരുമാനം കമ്പനി കൊടുക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങുന്നുണ്ട്. ഡെയിലി പേ ഔട്ട് എല്ലാവർക്കും കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ എങ്ങനെയാണോ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത്? അല്ലെ ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞ് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ആ നാളെ അത് ചെയ്തു, എൻ്റെ പണം പോയി. നിങ്ങൾക്ക് അവിടെ പണം തിരിച്ചെടുക്കാനുള്ള കൃത്യമായ അവസരം അവിടെ കമ്പനി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലും യൂസ് ചെയ്യാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. റീചാർജ് റെഡീം, അതായത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഡറെ വിളിച്ചിട്ട് ഈ റീചാർജ് റെഡീം ചെയ്യുന്ന എങ്ങനെയൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ സൂമിൽ കയറി കൃത്യമായിട്ട് നിങ്ങൾ പ്ലാനൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ റീചാർജ് റെഡീമിൻ്റെ റീചാർജ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോസൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ട് റീചാർജ് ചെയ്ത് നിങ്ങളുടെ ഫണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. ഇനി എല്ലാവരും അല്ലേ, പ്ലാൻ നല്ലതാണ്, തീരുമാനം നിങ്ങളതാണ് അല്ലേ? നമ്മുടെ തീരുമാനമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെറുതെ നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് മാത്രമല്ല, ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി ഇൻകം തരാമെന്ന് കമ്പനി പറയുന്നു. എല്ലാ ദിവസവും രാവിലെ 8:30-9 മണിക്കകത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ പിന്നെ വിഡ്രോ കൊടുത്ത ഫണ്ട് എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഒരാൾക്ക് പോലും വരാതിരുന്നിട്ടില്ല ഇന്ന് വരെ. അപ്പം നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് മനസ്സിലാക്കുക. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുക. ഈ വരുന്ന 2026 നമുക്ക് ഒരു വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ടുള്ള യാത്രയിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും ഇന്ന് ഈ ബിസിനസ് പ്രോഗ്രാം കേട്ട എല്ലാവർക്കും നൈൽകാർഡ് എന്ന ഈ ബിസിനസ് പ്രോഗ്രാമിൽ കൂടി നല്ലൊരു വിജയം, നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ബിസിനസ് പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്.